കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ രൂക്ഷമായ വിലക്കയറ്റം നിൽക്കുന്ന സമയമാണ്. അത് ഈ ഗവൺമെന്റിന്റെ സൃഷ്ടിയൊന്നുമല്ല. ആഗോളതലത്തിലോ ദേശീയ തലത്തിലോ ഒക്കെ ഉള്ള വിലക്കയറ്റമാണ്. പക്ഷെ അരിയുടെ വില 35 രൂപ 36 രൂപയാണ്. എല്ലാ പലവ്യഞ്ജന സാധനങ്ങളെയും വില കൂടി. ഫാമിലി ബജറ്റുകൾ തകിടം മറിഞ്ഞു. രൂക്ഷമായ വിലക്കയറ്റം ജനജീവിതത്തിൽ സാരമായ തരത്തിൽ ഗുരുതരമായ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നു. മാർക്കറ്റിൽ ഇന്റർവീൻ ചെയ്യാനുള്ള ചുമതല ഈ ഗവൺമെന്റിനുണ്ട്. ദൗർഭാഗ്യവശാൽ നമ്മുടെ മാവേലി സ്റ്റോറിൽ ഒരു സാധനമില്ല, നമ്മുടെ ത്രിവേണി സ്റ്റോറിൽ സാധനമില്ല, ഒരു അരിക്കട പോലും തുടങ്ങാൻ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഗവൺമെന്റിന്റെ മുൻഗണനകൾ മാറിപ്പോകുന്നോ എന്ന സംശയം ജനങ്ങൾക്ക് ഇടയിൽ ഉണ്ടായാൽ എനിക്ക് അങ്ങനെ ഒരു സംശയമുണ്ട്. വിലക്കയറ്റമുണ്ടായി ജനങ്ങൾ പൊറുതിമുട്ടുമ്പോൾ, പ്രയാസപ്പെടുമ്പോൾ, അരിക്ക് 36 രൂപയാകുമ്പോൾ BPLകാർക്ക് 1 രൂപയ്ക്ക് അരി കൊടുക്കുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷെ APL എന്ന് പറയുന്ന ആളുകളൊന്നും വലിയ സമ്പന്നന്മാരല്ല. ഇപ്പോഴുണ്ടായിരിക്കുന്ന വിലക്കയറ്റത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുന്ന ഒരു മിഡിൽ ക്ലാസ് ആണ്. അവരുടെയാണ് ഈ ബജറ്റുകളെല്ലാം താളം തെറ്റി വല്ലാത്ത അവസ്ഥയിൽ പരിഭ്രാന്തിയോടുകൂടി അവർ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഗവൺമെന്റിന്റെ സാന്നിധ്യമുണ്ടായി ഒരു തലോടൽ, ഒരു സാന്ത്വനം, ഒരു ആശ്വാസം ഉണ്ടാകണം. അതുണ്ടായില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്.